അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഗർഭിണിയായ ഭാര്യയെ അപമാനിച്ചത് ചോദ്യം ചെയ്തതിന് മർദ്ദനമേറ്റ സനോ ജനാർദ്ദനന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്നാരോപിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ച് ജനാധിപത്യ സംരക്ഷണ സമിതി. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബസ്സിൽ വെച്ച് ഭാര്യയെ അപമാനിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് മർദ്ദനമേറ്റ മംഗലത്തുനട സ്വദേശി സനു ജനാർദ്ദനന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്നാരോപിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ച് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, പാവപ്പെട്ട രോഗികളെ, അഡ്മിറ്റ് ആക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം. ചൊവ്വാഴ്ച വൈകിട്ട് 3 മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് സ്വകാര്യ ബസ്സിൽ കുഞ്ഞിനോടൊപ്പം യാത്ര ചെയ്യവേ ഗർഭിണിയായ ഭാര്യയെ അപമാനിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് സനുവിന് മർദ്ദനമേൽക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ് രക്തം വാർന്ന സനുവിനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ധാർഷ്ട്യമായ സമീപനമാണ് ആശുപത്രിയിലെ ഡോക്ടർമാർ സ്വീകരിച്ചതെന്നും ഇവിടെ എന്ത് നടക്കണമെങ്കിലും കൈക്കൂലി കൊടുക്കണമെന്നും ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് KM സുബൈർ പറഞ്ഞു. മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുവന്നെങ്കിൽ അദ്ദേഹത്തെ മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനോ ചികിത്സിക്കാനോ ഈ ആശുപത്രിയിലെ ഡോക്ടർമാരോ ബന്ധപ്പെട്ട അധികാരികളോ അതിനുള്ളൊരു അവസരമൊരുക്കാതെ നിങ്ങളെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇവിടെ അതിന് വലിയ പരിക്കില്ല, കളമശ്ശേരിക്ക് പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് ധാർഷ്ട്യമായ നിലപാടാണ് മൂവാറ്റുപുഴ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഈ സമീപനം സ്വീകരിച്ചത്. ഈ മൂവാറ്റുപുഴ ആശുപത്രിയിൽ എന്ത് കാര്യം നടക്കണമെങ്കിലും സൂപ്രണ്ട് ഉൾപ്പെടെ ഡോക്ടർമാർ ഉൾപ്പെടെ എല്ലാവർക്കും കൈക്കൂലി കൊടുക്കണം. കൈക്കൂലി മാത്രം കൊടുത്താലേ ഈ മൂവാറ്റുപുഴ ആശുപത്രിയിൽ എന്തെങ്കിലും കാര്യം നടക്കുകയുള്ളൂ. പ്രതിഷേധ യോഗത്തിൽ ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് ജിജി മാത്യു, ജില്ലാ സെക്രട്ടറി PV കുര്യച്ചൻ, യൂത്ത് പ്രസിഡന്റ് ഡാനി ഷാജി, എക്സിക്യൂട്ടീവ് അംഗം വത്സ തങ്കപ്പൻ, വാർഡ് മെമ്പർ ഉഷ രവി, കമ്മിറ്റി അംഗം ശിവൻ, യൂത്ത് സെക്രട്ടറി അനന്തകൃഷ്ണ സാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. എന്നാൽ സനുവിന് മതിയായ ചികിത്സ നൽകിയിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.